രാവിലെ 9 മണി മുതൽ പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. വൈകിട്ടോടുകൂടി സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകും. എന്തായാലും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറെ നഷ്ടമാണ് സലിംകുമാറിൻ്റെ ഈ ഒരു വിയോഗം. ഒരു നല്ല നടൻ എന്നതിലുപരി ഒരു നല്ല മനുഷ്യൻ എന്ന ഒരു നിലയിലേക്ക് കൂടി അദ്ദേഹത്തെ അടയാളപ്പെടുത്താനായി സാധിക്കും. ആ നിലയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത്. എല്ലാ മേഖലയിലും മുദ്ര പതിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. അഭിനയത്തിൽ മാത്രമല്ല സംവിധാനത്തിലുമടക്കം അദ്ദേഹം തെളിഞ്ഞ ഒരു വ്യക്തിയാണ് സലിംകുമാർ. അങ്ങനെ ഇരിക്കെയാണ് അദ്ദേഹത്തിന് അസുഖം ബാധിക്കുന്നതും ദീർഘകാലമായി അസുഖത്തെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലേക്ക് പ്രവേശിക്കുന്നതും. എന്തായാലും വളരെയധികം വേദനയോടുകൂടിയാണ് ഈ ദിവസം കടന്നു പോകുന്നത്. പറവൂരിൽ ജനിക്കുന്ന സലിംകുമാർ ദീർഘനാളായി മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖമായി തന്നെ നിലനിൽക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ ഒരാളെയാണ് ഇപ്പോൾ നഷ്ടമാകുന്നത്. സലിംകുമാറിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വ്യക്തിയെ നമുക്ക് അദ്ദേഹത്തിന് പകരമായി ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഈ അഭിനയത്തിൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ശൈലി, അദ്ദേഹം സ്വയം പടുത്തുയർത്തിയ ആ ഒരു ശൈലിയുണ്ട്. അദ്ദേഹത്തെ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി വരുന്ന ഒരു രീതിയിലേക്ക് അങ്ങനെ അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തെ, അഭിനയ ശൈലിയെ രൂപപ്പെടുത്തി എടുത്ത ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തിത്വം ഇനി മറ്റൊരാളിലൂടെ സാധ്യമാകുമോ എന്ന് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അങ്ങനെ ഒരു വ്യക്തിയാണ് നഷ്ടമായിരിക്കുന്നത്. എന്തായാലും വലിയ സംഭാവനകൾ മലയാള സിനിമയ്ക്കും മലയാള ഭാഷയ്ക്കും അടക്കം സമ്മാനിച്ച വ്യക്തിയാണ് സലിംകുമാർ. അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളോട് വിട പറയുന്നത്. എന്തായാലും പ്രമുഖരൊക്കെ നമ്മളോടടക്കം അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ലാലു അലക്സും മാല പാർവതിയും മന്ത്രി PC വിഷ്ണുനാഥും നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത്. ഈ സിനിമാ ലോകത്തെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരൊക്കെയും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്ന കൊച്ചിയിലെ ആശുപത്രിയിൽ ഈ വെന്റിലേറ്ററിലായിരുന്നുവെങ്കിലും അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നുവെങ്കിലും നമ്മളൊക്കെയും പ്രതീക്ഷിച്ചിരുന്നതാണ് സലിംകുമാറിൻ്റെ മടങ്ങി വരവ്. പക്ഷേ അത് സാധ്യമാകുന്നില്ല എന്നതാണ് സലിംകുമാറിനെ സംബന്ധിച്ചിടത്തോളം. ഒരു നടൻ എന്നതിലുപരി കൃത്യമായ നിലപാടുകൾ, നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ എല്ലാ വേദിയിലും തുറന്നു പറയാൻ യാതൊരു മടിയുമില്ലാതെ ജീവിച്ച വ്യക്തിയാണ് സലിംകുമാർ. അദ്ദേഹം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ കൃത്യമായി പറയുകയും പൊതുവേദികളിലടക്കം അദ്ദേഹം പ്രസംഗിക്കുകയും അടക്കം എല്ലാ അദ്ദേഹത്തെക്കൊണ്ട് കഴിയുന്ന ഇടങ്ങളിലൊക്കെ ഓടിയെത്തുകയും ഒക്കെ ചെയ്തിരുന്ന വ്യക്തിയാണ് സലിംകുമാർ. ആ നിലയിലൊക്കെ വളരെ അസുഖം അലട്ടിയിരുന്നുവെങ്കിൽ പോലും വളരെ ഊർജ്ജസ്വലനായി അദ്ദേഹം ആ നിലയിലൊക്കെ പ്രവർത്തിച്ച് വരികയായിരുന്നു. പക്ഷേ ഇത് അപ്രതീക്ഷിതമായാണ് അസുഖം മൂർച്ഛിക്കുന്നതും ഈ നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നതുമൊക്കെ. എന്തായാലും ചികിത്സയിലിരിക്കെ ഹൃദയാഘാതം ഉണ്ടായതാണ് മരണകാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. 56 വയസ്സായിരുന്നു സലിംകുമാറിന്. ഈ മുഖ്യമന്ത്രി VD സതീശൻ്റെ പറവൂരിലെ ഒരു സ്വീകരണ പരിപാടി, അതിലായിരുന്നു സലിംകുമാറിനെ നമ്മളൊക്കെ അവസാനമായി ഒരു പൊതുവേദിയിൽ നമ്മൾ അദ്ദേഹത്തെ കാണുന്നത്. ആ നിലയിൽ ഒക്കെ ആ അവസരത്തിൽ പോലും നിറസാന്നിധ്യമായി നിന്നിരുന്ന വ്യക്തിയാണ് സലിംകുമാർ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പറയാനാണെങ്കിൽ അങ്ങനെ അസുഖം അലട്ടാതെ അദ്ദേഹം നിറസാന്നിധ്യമായി പൊതുവേദികളിലടക്കം നിൽക്കുന്നു. കുറച്ച് നാളുകളായി ഇപ്പോൾ അദ്ദേഹം അസുഖബാധിതനായി നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും സിനിമയിലടക്കം സജീവമായിരുന്നു. ഈ അവസരത്തിൽ പോലും അദ്ദേഹം പല സിനിമാ വേദികളിലും എത്തിയിരുന്നു. പല സിനിമയിലും അദ്ദേഹം അഭിനയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. 1969 ഒക്ടോബർ 9 വടക്കൻ പറവൂരിൽ ജനിക്കുന്ന സലിംകുമാർ കൊച്ചിൻ കലാഭവനിലും സാഗറിലുമെല്ലാം സജീവ മിമിക്രി അവതരിപ്പിച്ചാണ് അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തിൻ്റെ തുടക്കം. ഉറ്റ സുഹൃത്തായ നാദിർഷയാണ് സലിംകുമാറിനെ പിന്നീട് സിനിമയിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെതായ വലിയൊരു സ്പേസ് സൃഷ്ടിച്ചെടുക്കാനായിട്ടൊക്കെ സാധിച്ചു. അങ്ങനെ വളർന്നു വന്ന ഒരു കലാകാരനാണ് സലിംകുമാർ. 2000 പുറത്തിറങ്ങിയ തെങ്കാശിപ്പട്ടണം വലിയ ഹിറ്റായി മാറിയതോടെയാണ് മലയാളികളുടെ മനസ്സിൽ അദ്ദേഹം ഒരു ഇരിപ്പിടം ഉറപ്പിക്കുന്നത്. എന്തായാലും 300-ലേറെ ചിത്രങ്ങളാണ് ഈ ഒരു ജീവിത കാലയളവിനുള്ളിൽ സലിംകുമാർ
മലയാള സിനിമയ്ക്കായി മലയാളികൾക്കായി ചെയ്തു വച്ചിരിക്കുന്നത്. കൂടാതെ കമ്പാർട്ട്മെൻറ്റ്, കറുത്ത ജൂതൻ, ദൈവമേ കൈതൊഴാം, കേൾക്കുമാറാകണം എന്ന ഈ 3 സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്യുക കൂടി ചെയ്തിട്ടുണ്ട്. അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2005 അദ്ദേഹത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിക്കുന്നു. തുടർന്ന് ആദാമിൻ്റെ മകൻ അബുവിലൂടെ 2010 മികച്ച നേട്ടം, ഒരു ദേശീയ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തുന്നു. സംസ്ഥാന പുരസ്കാരവും അയാളും ഞാനും തമ്മിലെന്ന സിനിമയിലൂടെ 2013 മികച്ച ഹാസ്യ നടനുള്ള സംസ്ഥാന പുരസ്കാരവും അടക്കം സലിംകുമാറിന് അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. അങ്ങനെ ആ നിലയിലെല്ലാം നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തിലൂടെ അദ്ദേഹം ആർജിച്ചെടുത്ത ആ ഒരു വൈഭവം, അതിന് അദ്ദേഹം എല്ലാ നിലയിലും അദ്ദേഹം ആ സ്ക്രീനിലേക്ക് ആവിഷ്കരിക്കുന്ന ഒരു നിലയിലേക്കൊക്കെ അദ്ദേഹം വളർന്നു. ഈ കലാഭവനിലൂടെ വളർന്നു വന്ന വ്യക്തിയാണ്. ഈ നിലയ്ക്ക് നാദൃശ്യയുമായിട്ടൊക്കെ വളരെ അടുപ്പം സൂക്ഷിച്ചിരുന്ന അവരുടെ ഒരു ബാച്ചുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ കൊച്ചിൻ കലാഭവനിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുന്ന ആളുകളുണ്ട്. ഈ നാദൃശ്യാണെങ്കിലും സലിംകുമാർ ആണെങ്കിലും ഒപ്പം ജയറാം അടക്കമുള്ള ആളുകളുണ്ട്. അവരൊക്കെ പിന്നീട് സിനിമാ ലോകത്തേക്ക് പല പല ചെറിയ വേഷങ്ങളിലൂടെ കടന്നു വന്ന് വലിയ താരരാജാക്കന്മാരായൊക്കെ മാറുന്നതിനോടൊപ്പം വളർന്നു വന്ന വ്യക്തിയാണ് സലിംകുമാർ. അദ്ദേഹം പിന്നീട് ഹാസ്യ മേഖലയിൽ കൂടുതൽ പ്രമുഖനായി മാറുന്നു. ഹാസ്യ റോളുകൾ നിരവധിയായി അദ്ദേഹത്തെ തേടിയെത്തുന്നു. ഈ നേരത്തെ പറഞ്ഞതുപോലെ തെങ്കാശി പട്ടണത്തിലെ ആ ഒരു കഥാപാത്രം അത് ഏറെ ശ്രദ്ധേയമായതോടുകൂടിയാണ് അദ്ദേഹം മലയാളികൾക്കിടയിൽ തന്നെ വലിയ സ്വീകാര്യത നേടുന്നതും ഒരു ഹാസ്യ നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം മലയാള സിനിമയിൽ ഉറപ്പിക്കുന്നതുമൊക്കെ തെങ്കാശി പട്ടണത്തിലൂടെയാണ്. അങ്ങനെ 300-ലേറെ സിനിമകൾ തുടർന്നുള്ള ജീവിത കാലയളവിൽ അദ്ദേഹത്തെ തേടിയെത്തുന്നു. അങ്ങനെ അദ്ദേഹം മലയാളികളുടെ മനസ്സിൽ ഇടം പിടിക്കുന്നു. അങ്ങനെ ഒരു വലിയ കലാകാരനായി അദ്ദേഹം മാറുകയാണ്. ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തെ നമുക്ക് നഷ്ടമായിരിക്കുകയാണ്. അദ്ദേഹം ചെയ്തു വച്ച കഥാപാത്രങ്ങൾ നമ്മളെ ഇനിയും ചിരിപ്പിക്കാനായി ബാക്കി നിൽക്കുകയാണ്. അമൽനാഥ് പാടിച്ചാൽ തുടരുകയാണ്. അമൽ, നാളെ രാവിലെ 9 മണി മുതൽ പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനം, തുടർന്ന് വൈകിട്ടോടെ സംസ്കാരം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? പക്ഷേ തീർച്ചയായും നാളെ രാവിലെ 8 മണിയോടുകൂടി കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ നിന്നും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. അതിനുശേഷം 9:30 മണിയോടുകൂടിയാണ് ദർശനം നടക്കുക. അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയും ചെയ്യും. നിരവധി പേർ പൊതുദർശന വേദിയിലേക്ക് എത്തുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നിലവിൽ ഇപ്പോഴും ആശുപത്രിയിലേക്കും പ്രമുഖരായ നിരവധി വ്യക്തിത്വങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് രാഷ്ട്രീയ മേഖലകളിൽ നിന്നും സിനിമാ മേഖലകളിൽ നിന്നും ഒക്കെയായി നിരവധി പേർ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. നാളെ രാവിലെയോടുകൂടിയാകും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്യുക. അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ സലിംകുമാർ നമ്മോട് വിട പറഞ്ഞത്. കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഇദ്ദേഹം കരൾ സംബന്ധമായ രോഗത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുകയായിരുന്നു. രാവിലെ വീണ്ടും ആശുപത്രിയിലേക്ക് എത്തിക്കുകയും വൈകുന്നേരത്തോടുകൂടി ആരോഗ്യനില തൃപ്തികരമല്ലാത്ത രീതിയിലേക്ക് മാറുകയായിരുന്നു. വിദഗ്ധരായ ഡോക്ടർമാരുടെ സംഘമായിരുന്നു ഇദ്ദേഹത്തിന് ചികിത്സ നൽകിയിട്ടുണ്ടായിരുന്നത്. എല്ലാ രീതിയിലുമുള്ള ചികിത്സയും അദ്ദേഹത്തിന് നൽകിയിരുന്നു. അവസാന ഘട്ടം വരെ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ പരിശ്രമങ്ങളും ആശുപത്രിയുടെയും ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ നടത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആരോഗ്യനില അത്രയും മോശമാവുകയും അദ്ദേഹം മരണത്തിലേക്ക് കീഴടങ്ങുകയുമാണ് ചെയ്തത്. ഇത്തരത്തിൽ രോഗം ബാധിച്ച സാഹചര്യത്തിൽ പോലും എല്ലായ്പ്പോഴും വളരെ ആക്റ്റീവായി നിൽക്കുന്ന ഒരു മനുഷ്യനെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. സിനിമയ്ക്ക് പുറമെ തന്നെ സമൂഹത്തിൽ ഇടപെട്ട് മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുകയും മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാവുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ് സലിംകുമാർ. കഴിഞ്ഞ ഏറ്റവും അവസാനം ഒരു 4-5 ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ചില
സാംസ്കാരിക പരിപാടികളിലൊക്കെ തന്നെ പങ്കെടുക്കുകയും അത്തരത്തിൽ ഈ അടുത്ത ദിവസങ്ങളടക്കം പല പൊതുപരിപാടികളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തു എന്നുള്ളതാണ്. ആരോഗ്യം പലപ്പോഴും അതിന് വഴങ്ങിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സിന്റെ ആ ഒരു ശക്തി കൊണ്ട് അദ്ദേഹം എല്ലാ പൊതുപരിപാടികളിലേക്ക് എത്തുകയും കാണികളെ ഒക്കെ തന്നെ കയ്യിലെടുക്കുവാനുള്ള ഒരു വ്യക്തിപ്രഭാവം അല്ലെങ്കിൽ ആ സംസാര ശൈലി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കലും അദ്ദേഹത്തോടെ ഒരു ഘട്ടത്തിൽ പോലും ആർക്കും വിയോജിപ്പുണ്ടായിരുന്നില്ല. ആശയപരമായ വിയോജിപ്പോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ വ്യക്തി എന്ന നിലയിൽ സലീം കുമാറിനോട് പലപ്പോഴും വിയോജിപ്പുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരുപോലെ പ്രിയങ്കരനായ നടനായിരുന്നു. അതിലുപരി പ്രിയങ്കരനായ വ്യക്തിയായിരുന്നു സലീം കുമാർ എന്ന് നമുക്ക് കൃത്യമായി തന്നെ അടയാളപ്പെടുത്താൻ വേണ്ടി സാധിക്കും. സലീം കുമാറിനെ ഓർക്കാത്ത ഒരു ദിവസം പോലും മലയാളികൾക്കില്ല എന്നത് കൂടി കൂട്ടിച്ചേർക്കണം. കാരണം അദ്ദേഹം നിലവിൽ ഇപ്പോൾ മലയാള സിനിമയിൽ അത്ര ആക്റ്റീവ് അല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല സമയങ്ങളിൽ ചെയ്തു വെച്ച കഥാപാത്രങ്ങൾക്ക് അത്രയും ശക്തി ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തലമുറകൾ മാറുമ്പോഴും ആ കഥാപാത്രങ്ങൾ ഓരോ ആരാധകരുടെ ഉള്ളിലും ജീവിക്കുന്നു. അത് പൂർവാധികം ശക്തിയോടെ അത് പലപ്പോഴും നമ്മൾ ഓർത്തെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഓരോ സന്ദർഭങ്ങളിലും ഓരോ തമാശകൾ നിറഞ്ഞ സന്ദർഭങ്ങളിലും ആ തമാശകളൊക്കെ പങ്കെടുക്കുമ്പോഴുമൊക്കെ സലീം കുമാറിന്റെ കഥാപാത്രങ്ങളോട് ഉപമിക്കുന്ന സാഹചര്യങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വാട്സപ്പ് സ്റ്റിക്കറുകളും അങ്ങനെയൊക്കെയായി സലീം കുമാറിന്റെ കഥാപാത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായി എന്നുള്ളതാണ്. അത് നൽകുന്നത് ആ കഥാപാത്രങ്ങൾക്ക് അല്ലെങ്കിൽ കഥാപാത്രങ്ങളോട് സലീം കുമാർ എന്ന നടൻ അത്രമാത്രം നീതി പുലർത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് വർഷങ്ങൾ നിരവധി കഴിയുമ്പോഴും സലീം കുമാർ ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ അത് വീണ്ടും ഓർത്തെടുക്കുന്നു എന്നുള്ളതാണ്. ഓരോ തലമുറ കുമാറിനെ നമുക്ക് വീണ്ടും പരിചയപ്പെടുത്തേണ്ടതില്ല എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എല്ലായ്പ്പോഴും ഇപ്പോൾ പ്രധാനമായും പല റീലുകളിലും ഒക്കെയും സലീം കുമാറിന്റെ പല രംഗങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ പണ്ടത്തെ തലമുറയ്ക്കും ഒപ്പം തന്നെ ഇപ്പോഴുള്ള പുതിയ കുട്ടികൾക്കും പുതിയ സിനിമാ പ്രേക്ഷകർക്കും ഒക്കെ വളരെ പ്രിയങ്കരനായ വ്യക്തി തന്നെയാണ് സലീം കുമാർ. ഒരിക്കലും അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവവും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ അഭിനയ മികവും ഒന്നും ആരും മറക്കുന്നില്ല. ഈ മലയാള ഭാഷയുള്ള കാലം അല്ലെങ്കിൽ മലയാളികൾ ഉള്ള കാലം വരെയും എല്ലായ്പ്പോഴും ഓർത്തുവെക്കുന്ന ഒരു നടനാണ്, ഒരു വ്യക്തിയാണ് ഈ സലീം കുമാർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ ഒരു വിയോഗം അതിന് പകരം നൽകുവാൻ മലയാള സിനിമയ്ക്ക് മറ്റൊന്നില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.